ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നടന്ന ഇൻസിഡന്റിന്റെ ഭാഗമായി ഞങ്ങളുടെ ആളുകൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പെർമിഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. നോർമൽ റൂൾസ് എല്ലാം ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പേരില് ഇഡിയുടെ 4-5 കേസുകളുണ്ടല്ലോ. പൃഥ്വിയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അശ്വതി ഉണ്ടാക്കുന്ന തലവേദനകൾ, ഇപ്പൊ ദേ പല്ലവി. ഇതൊന്നും പോരാഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ടെൻഷനും കുറച്ചൊന്നും അല്ലല്ലോ. എന്ത് മാനേജ് ചെയ്തിട്ട് എന്താ കാര്യം? ചേച്ചി പൃഥ്വിയെ വിശ്വസിക്കുന്നത് അന്ധമായിട്ടല്ലേ? സത്യത്തിൽ അവൻ ആരാണെന്നും എന്താണെന്നും ചേച്ചി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. അതിനൊന്നും പൂർണിമേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല കിരൺ. ഇപ്പോ കിരൺ തന്നെ പറഞ്ഞില്ലേ, ചേച്ചി പൃഥ്വിയെ വിശ്വസിക്കുന്നത് അന്ധമായിട്ടാണെന്ന്. അതിന് കാരണം എന്താ? കുടുംബത്തോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള വിശ്വാസം, ആർക്കും ഒന്നിനും അവരെ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ്. ഇങ്ങനൊരു ചേച്ചിയെ കിട്ടാൻ മുജ്ജന്മ പുണ്യം വേണം. അതിനൊന്നുള്ള ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും പൃഥ്വിക്ക് ആ ഭാഗ്യം ഉണ്ടായി. നമ്മളിപ്പോ ഈ വീട്ടിൽ നിൽക്കാൻ കാരണവും ചേച്ചിയുടെ അതേ സ്നേഹം തന്നെയാ. കിരൺ മഹാദേവൻ അങ്കിളിന്റെ മകനാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ടാ. നാളെ എല്ലാവർക്കും മുന്നിൽ അങ്കിള് കിരണിനെ അംഗീകരിച്ചു കഴിയുമ്പോ പൂർണിമ ചേച്ചിയെ കിരൺ കൂടുതൽ മനസ്സിലാക്കും. അതെനിക്ക് ഉറപ്പാ. താൻ പറയുന്നത് 100% ശരിയാ. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചേച്ചിയെ സഹായിക്കണം, പല്ലവിയും രക്ഷിക്കണം. ആ കേസിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്തണം. അതിലെന്തോ നമ്മൾ അറിയാത്ത സത്യം മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നമ്മൾ കണ്ടെത്തണം കിരൺ. നമുക്ക് ഇറങ്ങാൻ ദുർഗ. എത്രയും പെട്ടെന്ന് അന്വേഷണം തുടങ്ങാം. താൻ വാ. ശരി. നിങ്ങൾ എല്ലാ സ്ഥലവും നോക്കിയോ? ഇല്ല. അതെന്താ? പോലീസ് എല്ലാം അന്വേഷിച്ചു. ഇനി നോക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നാ മാനേജർ പറയുന്നത്. യൂണിഫോമിലായിരുന്ന അടിച്ച് പരിച്ചു കൊടുത്തറ ഞാൻ അവനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം. ആ നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇവിടെ ഇനി അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. ഗസ്റ്റിന് അതൊക്കെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. മർഡർ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജോലിക്ക് തടസ്സം നിന്ന എത്ര വർഷാകത്ത് കിടക്കുമെന്ന് തനിക്കറിയോ? ഈ കേസ് തെളിയുന്നത് വരെ റിസോർട്ട് പൂട്ടി സീൽ ചെയ്ത് അന്വേഷിക്കണമെന്ന് കോടതിയിൽ നിന്ന് പെർമിഷൻ ലെറ്റർ കൊണ്ടുവരണോ? ദേവി, ഇത് പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ ജോലി കളയരുത്. നിങ്ങൾ വരൂ, ഓണറെ കാണാം. വാ. ഇരിക്കൂ. എന്താ ഇഷ്യൂ? നിങ്ങള് മിസ്റ്റർ ബാലസുബ്രഹ്മണ്യ അല്ലേ? അതെ. ഇവിടെ നടന്ന ഇൻസിഡന്റിന്റെ ഭാഗമായി ഞങ്ങളുടെ ആളുകൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പെർമിഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. നോർമൽ റൂൾസ് എല്ലാം ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പേരില് ഇഡിയുടെ 4-5 കേസുകളുണ്ടല്ലോ. മധുരയിലെ റിസോർട്ടില് പാസ്പോർട്ട് ഇല്ലാത്ത 2 യൂറോപ്യൻസിനെ 1-2 മാസം താമസിപ്പിച്ചതിന് കേന്ദ്രത്തിൽ നിന്ന് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. സർ, ഒന്ന് വരൂ. വരൂ. അതൊക്കെ സ്റ്റാഫ് ചെയ്ത ഓരോ പ്രശ്നങ്ങളാണ്. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഓണേഴ്സ് ആണല്ലോ ആൻസർ ചെയ്യാൻ. നിങ്ങൾ ഇവിടെ എന്ത് വേണമെങ്കിലും അന്വേഷിച്ചോ. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. റോയ് സർ, ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്ക്. ഓക്കെ സർ. ചെല്ല്. വരൂ. ഓ, വലിയൊരു മാരണമാണ് അവസാനിച്ചത്.
പെട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും കണ്ട് സംസാരിക്കണം. എല്ലാ മൊഴികളും റെക്കോർഡ് ചെയ്യണം. നമ്മുടെ ടീമിലെ എല്ലാവരും ഡിവൈഡ് ചെയ്ത് എല്ലാവരെയും കണ്ട് സംസാരിച്ചാൽ മതി. അഖിൽ അതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ആ പിന്നെ കുട്ടേട്ടൻ പറമോളെ. ലോക്കലെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. അത് ഞാൻ പറയാം. ശരി മോളെ. ശരി മോളെ. ശരി ചേടി. നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. എല്ലാവരും ആത്മാർത്ഥമായി ട്രൈ ചെയ്താലേ ഇതിനൊരു തുമ്പുണ്ടാക്കാൻ പറ്റൂ. നമുക്ക് കണ്ടുപിടിക്കാം മോളെ.